മിസ് കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ നാളുകൾക്ക് ശേഷമാണ് ഞാനൊരു വീഡിയോയുമായി എത്തിയിരിക്കുന്നത്. അത് ഓണം വിഭവങ്ങളോട് കൂടി ആകാമെന്ന് കരുതി. അപ്പോൾ ഞാൻ സംസാരിച്ച സമയം നീട്ടുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇഞ്ചിക്കറിയാണ് ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. അതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇഞ്ചി 500 ഗ്രാം നൈസായി ഒരേ വലിപ്പത്തിൽ അരിഞ്ഞത്, ചെറിയ ഉള്ളി 6-7 എണ്ണം നൈസായി അരിഞ്ഞത്, വെളുത്തുള്ളി അല്ലി 8-10 എണ്ണം, പച്ചമുളക് 4-5 എണ്ണം രണ്ടും ചെറുതായി അരിഞ്ഞത്, കറിവേപ്പില 2-3 തണ്ട്, വാളൻപുളി ഒരു വലിയ നെല്ലിക്ക വലിപ്പത്തിൽ, ശർക്കര ചീകിയത് 2 ടേബിൾ സ്പൂൺ. ബാക്കി ചേരുവകൾ പുറകാലെ ഓരോന്ന് ചേർക്കുമ്പോൾ പറയാം. ആദ്യം തന്നെ നമുക്കൊരു ഉരുളി അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഫ്ലെയിം ഓണാക്കി ഉരുളി ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം. നല്ലെണ്ണ നന്നായി തിളച്ചു കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുകയും വേണം. നന്നായി മൊരിയുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് മൂത്തൊന്ന് കോരി നോക്കണം. നമുക്കറിയാം 101 കറികൾക്ക് സമാനമാണ് ഇഞ്ചിക്കറി. ഇലയിലെ പ്രഥമ സ്ഥാനം ഇഞ്ചിക്കറിക്ക് തന്നെയാണ്. ഇതിലേക്ക് നല്ല മണം വരുന്നുണ്ട്. ഇഞ്ചി എണ്ണയിൽ കിടന്ന് മൊരിയുമ്പോഴുണ്ടാകുന്ന ആ മണം, ആഹാ, അത് ആസ്വദിച്ച് തന്നെ അറിയണം. ഇഞ്ചി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി ഫ്ലെയിമും ഓഫ് ചെയ്യാം. ഇഞ്ചി തണുത്ത് കഴിഞ്ഞാൽ മിക്സിയുടെ ഒരു ജാറിലേക്ക് മാറ്റി അത് നന്നായിട്ട് തരിതരിപ്പായി പൊടിച്ചെടുക്കാം. നേരത്തെ ഇഞ്ചി വറുത്ത് കോരി അതേ എണ്ണയിലേക്ക് തന്നെ നമുക്ക് 1 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരുന്ന വെളുത്തുള്ളി, ചുവന്നുള്ളി ഇവ ചേർത്ത് നന്നായി ഇളക്കാം. ഇതൊരുവിധം മൂത്ത് കഴിയുമ്പോഴേക്കും അരിഞ്ഞു വെച്ചിരുന്ന പച്ചമുളക് ചേർക്കാം. പച്ചമുളകും ചേർത്ത് നന്നായി മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് കറിവേപ്പില കൂടെ ചേർത്ത് നന്നായി ഇളക്കി ഇനി നമുക്ക് ചേർക്കാനുള്ളത് പൊടികളാണ്. ആദ്യം തന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇവ ചേർത്ത് പച്ചമണം മാറുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കാം. അതിനുശേഷം നേരത്തെ വെള്ളത്തിൽ കുതിർക്കാനിട്ടിരുന്ന പുളിയൂടെ പിഴിഞ്ഞ് നന്നായിട്ട് ആ പുളിവെള്ളം കൂടെ നമുക്കിതിലേക്ക് ഈ അരപ്പിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കുകയും വേണം. ഇനി നമുക്ക് ചേർക്കാനുള്ളത് ഉപ്പാണ്. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം.
അത് കഴിഞ്ഞാൽ ശർക്കര കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കണം. ഇനി നമുക്ക് ചേർക്കാനുള്ളത് കായമാണ്. ഒരു 1/2 ടീസ്പൂൺ കായം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞാൽ പൊടിച്ചു വച്ച ഇഞ്ചി കൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ ഇഞ്ചിക്കറിയുടെ ലാസ്റ്റ് സ്റ്റേജിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് ചേർക്കാനുള്ളത് ഉലുവാപ്പൊടിയാണ്. 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ ഉലുവാപ്പൊടി നമുക്ക് ചേർക്കാവുന്നതാണ്. അതുകൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.